രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബിജെപിയുടെ സ്ഥാനാർത്ഥി എൻഡിഎയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. എസ് ജയശങ്കർ, ടി.പി. ശ്രീനിവാസൻ, ബിജെപിയുടെ ജില്ലാ അധ്യക്ഷൻ വി രാജേഷ്, കൃഷ്ണദാസ് അടക്കമുള്ള പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യവുമുണ്ട്. ടി.പി. ശ്രീനിവാസന്റെ സാന്നിധ്യമാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. നേരത്തെ വി അരുൺ പറഞ്ഞതുപോലെ ശശി തരൂർ ആദ്യ ടേമിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയപ്പോൾ ടി.പി. ശ്രീനിവാസനായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനടക്കം അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതേ സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ ബിജെപി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ശ്രീനിവാസൻ തരൂർ നാലാമത് മത്സരിക്കുമ്പോൾ ശ്രീനിവാസൻ ബിജെപി പാളയത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട പേപ്പറുകൾ പൂരിപ്പിക്കുന്നു. അതിനുശേഷം നൽകും. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. തിരുവനന്തപുരത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ബിജെപി ഉള്ളത്. നേരത്തെ കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് പോരാട്ടമെന്ന് തരൂർ പറഞ്ഞതും നമ്മൾ ശ്രദ്ധിക്കണം. വലിയ പ്രചരണം ബിജെപിയുടെ ഭാഗത്ത് നിന്ന് തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നു. വലിയ മുന്നേറ്റം പ്രചരണ രംഗത്ത് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. വിജയപ്രതീക്ഷയോടെയുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി നടത്തുന്നത്. വലിയ ആവേശം നിറഞ്ഞ റോഡ് ഷോയുടെയാണ് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്ര മന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുണ്ട്. രാജീവ്, എങ്ങനെയുണ്ട് ഈ ഒരു ആവേശം? എങ്ങനെയുണ്ട്? അല്ല, ഇത് നോമിനേഷന്റെ ദിവസമാണ്. എല്ലാവരുടെയും ഒരു പിന്തുണയും അനുഗ്രഹവും എല്ലാം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അതുകൊണ്ട് പോകുന്നു. ജയശങ്കർ, ഹൗ ഡു യു ഫീൽ? I feel great and I am sure we will win. ഇതാണ് സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ അതുപോലെ എസ് ജയശങ്കറിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഉറപ്പായും വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബിജെപി കേന്ദ്രങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. ഇന്നലെ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ മത്സരം യുഡിഎഫും ബിജെപിയും തമ്മിലാണ്. തിരുവനന്തപുരത്തെ മത്സരം ത്രികോണ മത്സരം എന്ന് പറയാമെങ്കിലും യഥാർത്ഥ മത്സരം ബിജെപിയും യുഡിഎഫും തമ്മിൽ കഴിഞ്ഞ തവണത്തെ പോലെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയാണ് ശശി തരൂർ പങ്കുവച്ചത്. പക്ഷേ ബിജെപി കേന്ദ്രങ്ങൾ ഇത്തവണ പതിവിലും വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണയൊക്കെ ജയത്തിനടുത്തെത്തി പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിലൂടെ ഈ കേന്ദ്ര സഹമന്ത്രിയിലൂടെ വിജയം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയാണ് ബിജെപി കേന്ദ്രങ്ങൾക്ക് ഉള്ളത്. വലിയ ആവേശത്തോടെ പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ അടക്കം പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണയൊക്കെ എന്തായാലും ശശി തരൂരിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അവിടങ്ങളിലേക്ക് കടന്നു കയറിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ടെക്കികൾ, സമൂഹത്തിന്റെ ഒരു മേൽത്തരത്തിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങൾ, അവരുടെയൊക്കെ വോട്ട് തരൂരിന് എങ്ങനെ ലഭിച്ചോ ആ വോട്ട് മേഖലകളിലേക്കാണ് രാജീവ് ചന്ദ്രശേഖർ കടന്നു കയറുന്നത്. തീരമേഖല തരൂരിന്റെ ശക്തി ദുർഗമാണ്. അവിടെ പ്രത്യേക പ്രചരണം ബിജെപി നടത്തുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരം മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ഒരു മത്സര പോരാട്ടത്തിലേക്ക്, അതിശക്തമായ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പന്നിൻ രവീന്ദ്രൻ എന്ന ഏറ്റവും ജനസമ്മതനായ സ്ഥാനാർത്ഥിയിലൂടെ ഇടതുമുന്നണിയും അവരുടെ പ്രതീക്ഷ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായ കാര്യങ്ങൾ മറികടന്നുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ ഇടതുമുന്നണിയും ഈ പ്രചരണരംഗത്ത് സജീവമാണ്. അതായത് തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ദേശീയത്തിന് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു പോരാട്ടവേദിയായി മാറുന്നു. കുടപ്പുരക്കുന്ന കളക്ടറേറ്റ് മുന്നിൽ നിന്നും ക്യാമറാമാൻ സി വിനോദ് കുമാറിനൊപ്പം വി അരുൺ, ന്യൂസ് 18. രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ